2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സമവാക്യം പലതും മാറി മറിയും. എടുത്തു പറയേണ്ട ഒരു കാര്യം, LDF ഇപ്പോഴുള്ള എത്ര ഘടകകക്ഷികൾ അതിലുണ്ടാകും എന്നുള്ളതാണ്. LDF ഈ ഒറ്റയാൾ പട്ടാളമായിട്ട് നിൽക്കുന്ന പല ഘടകകക്ഷികളെയും അങ്ങ് വിഴുങ്ങും എന്നുള്ളത് ഉറപ്പാണ്. നിരവധി ഘടകകക്ഷികളുണ്ട് ഒറ്റയാൾ പട്ടാളത്തിൽ നിൽക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മുന്നണിക്ക് ദോഷമാവും. മുന്നണിക്ക് ദോഷമാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മുന്നണി മര്യാദകൾക്കും അത് ദോഷമാണ്. പക്ഷേ CPM അത് നേട്ടം ഉണ്ടാക്കും. അവരുടെ നേട്ടമാണ് അവർ നോക്കുന്നത്. നമ്മളപ്പോൾ ഒന്ന് ചരിത്രപരമായിട്ടൊരു വിശകലനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം, പുള്ളി എന്ന് പറയുന്നത് മായ്ക്കാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? അതിൽ നിന്ന് CPM ആയാലും എത്ര മാറ്റം വന്നാലും പുലി നമ്മൾ വീട്ടിൽ പാല് കൊടുത്ത് വളർത്തുകയാണ്. അതിൻ്റെ പുള്ളി മായ്ക്കാൻ കഴിയുമോ? പുള്ളിയുടെ പുള്ളി മായ്ക്കാൻ കഴിയുമോ? പറ്റില്ല. അത് ജനറ്റിക്കലായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താ? ജനാധിപത്യത്തിലും ഭരണഘടനയിലും ഒന്നുമല്ല വിശ്വാസം. പിന്നെയോ ചൈനയിലിതുപോലെ ഏകകക്ഷി ഭരണം, അതാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം. ഏകമത ലോകം എന്ന് പറയുന്നതാണ് ജിഹാദികളുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് പോലെ വ്യക്തമാണ്. ഏകകക്ഷി ഭരണം ചൈനയിലിതുപോലെ, പഴയ സോവിയറ്റ് യൂണിയനിലെ പോലെ ഏകകക്ഷി ഭരണം. വേറൊരു പക്ഷിയിൽ ആ കക്ഷിയുടെ ഭരണഘടനയനുസരിച്ച് ആ രാജ്യത്തെ ഭരിക്കുന്നു. പ്രോളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ്, അതിൻ്റെ മുമ്പിലുള്ള ഘട്ടമെന്ന് പറയുന്നത് സോഷ്യലിസം കഴിഞ്ഞിട്ട് സമ്പൂർണ്ണമായ മാറ്റം കമ്മ്യൂണിസത്തിൽ. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യവുമാണ്. ഇതാണ് അവരുടെ തത്വവും തത്വചിന്തയും ഒക്കെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് ഫാഷിസം, മറ്റു കാര്യങ്ങൾ, ജനാധിപത്യ വിരുദ്ധം, ഭരണഘടനാ വിരുദ്ധം, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. പലപ്പോഴും അവർ പറയാറുള്ള കാര്യം തന്നെയാണല്ലോ, അടവു നയങ്ങൾ. ഈ അടവെന്ന് പറഞ്ഞാൽ എന്താണ്? പറ്റിക്കൽ തന്ത്രം എന്ന് തന്നെ. അടവ് നയങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു ഇടതുപക്ഷത്തിൽ നിൽക്കുന്നില്ല, ഇടതുപക്ഷത്തിനെ കൊണ്ട് തന്നെ ഭരണം പിടിച്ചെടുക്കാൻ പറ്റാത്ത കുറച്ച് ജനാധിപത്യം കൂടെ കയറ്റി. അതാ ജനാധിപത്യം? കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗിൻ്റെ ഒരു വിഭാഗം, ഇതൊക്കെയാണ് ജനാധിപത്യം. ശരിക്കും വർഗീയ കക്ഷികളെ തന്നെ വെച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ ആക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഇതിൽ CPM ഒഴികെ ഒരൊറ്റ പാർട്ടിയും കൂടെ ചേർന്നുള്ള ഭരണം CPM ഇഷ്ടപ്പെടുന്നില്ല. നിവർത്തി കൊടുക്കൊണ്ട് അങ്ങനെ. കാരണം എന്താണ്? കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെയും അതിൻ്റെ രീതികളെയും ഒക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒരിക്കൽ ഞാൻ MM ലോറൻസ് മനുഷ്യൻ AKG സെൻറ്ററിൽ പോയി ചോദിച്ചു. ഇപ്പോൾ ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം, ഇടതുമുന്നണി ആണല്ലോ ഭൂരിപക്ഷം. അപ്പോൾ CPM നടത്തുന്ന ഭരണമല്ലേ ഇപ്പോൾ നടക്കുന്നത്? മുഖ്യമന്ത്രി CPM ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഇത് CPMൻ്റെ മന്ത്രിസഭയല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ്. ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കുറവാണ്. തീർച്ചയായിട്ടും ഏതൊരു കമ്മ്യൂണിസം പഠിച്ച ഒരാൾ ആഗ്രഹിക്കുക അവരുടെ ഭരണവും അവരുടെ നയവും നടപ്പാക്കലുമാണല്ലോ. പക്ഷേ ഇന്ത്യയിൽ അതിന് സാഹചര്യമില്ല. കേരളത്തിലും അതിന് സാഹചര്യമില്ല. ഒരു കാലത്തും ഉണ്ടായിരുന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഘടകകക്ഷികളെ കൂടെ ചേർത്തുകൊണ്ട് ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട CPI ആണല്ലോ. CPI എന്ന് പറയുന്നതിന് പലതവണ അവരിങ്ങനെ കരഞ്ഞു പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് ചേരണം, നമുക്കൊന്നാവണം എന്ന് പറഞ്ഞിട്ട് അവരുദ്ദേശിക്കുന്നത് ഒരു ലയനമാണ്. വേണ്ട, നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാം. നമ്മൾ കല്യാണം കഴിക്കാറുള്ള ബന്ധങ്ങൾ എന്നാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റേത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് ഒന്നാവുന്ന ഒന്നിലേക്ക് ഉള്ളൊരു പോക്ക്. പണ്ടങ്ങനെ ആയിരുന്നല്ലോ. നമുക്കറിയാമല്ലോ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള അച്യുതാനന്ദൻ ഉൾപ്പെടെ 33 പേര് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഫലമായിട്ട് പിന്നെ അതിനുശേഷം ബാസവ പുന്നയ്യയ്ക്ക്, സുന്ദരയ്യയ്ക്ക് പിന്നെ പുനർചിന്തിക്കേണ്ടിയും വന്നു. അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയൊക്കെ ചെയ്ത് ചരിത്രത്തിൻ്റെ ഭാഗം ആയിക്കോട്ടെ. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അതിൻ്റെ തത്വം കാണുന്നത് നമ്മൾ BT രണദേവയെ അവതരിപ്പിച്ച കൽക്കത്ത തീസിസാണ്. വിപ്ലവം തോക്കിൻകൊള്ളിലൂടെ, ജനാധിപത്യത്തിലല്ല അവരുടെ വിശ്വാസം. അതാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത്. അതിലാണ് CPM അടിയുറച്ചു നിൽക്കുന്നത്. CPIയോ ദേശീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുമ്പോൾ കോൺഗ്രസുമായിട്ട് കൂട്ടിച്ചേർന്നു അധികാരം പങ്കിടാം. അതാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ CPM അത് പറയുന്നത് കോൺഗ്രസുമായിട്ട് പങ്കുചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പറയും. വ്യത്യാസമുണ്ട് കുറച്ചൊക്കെ, നമ്മൾ അതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ഇപ്പോൾ CPMൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നറിയാം, എന്തുകൊണ്ടാണ് ഈ ലയിക്കാതിരിക്കുന്നത് CPIയുമായിട്ട്, എന്തുകൊണ്ടാണ് വിജയനാഥ് മനസ്സിലാക്കുന്നത്? അല്ല, ഇതിനകത്ത് മറ്റ് ചില സ്ഥാപിത താല്പര്യങ്ങൾ നിൽക്കുന്നുണ്ട്. എന്ത് താല്പര്യം? അവിടെയാണ് നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത്. എന്ത് താല്പര്യം? അല്ല, ഇതിനകത്ത് ഓരോരുത്തർക്കും സ്ഥാനമാനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. പാർട്ടി അല്ല, CPMൻ്റെ അൾട്ടിമേറ്റ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ CPI പിരിച്ചു വിട്ടിട്ട് CPMൽ ലയിക്കുക, CPM എന്ന് മാത്രം നിൽക്കുക, CPM മാത്രം നിലനിൽക്കുക. ഞങ്ങളുടെ പൊളിറ്റിക്കൽ ലൈനാണ് ശരി, പിന്നെ നിങ്ങളുമായിട്ട് എന്തിനാ ഐക്യപ്പെടുന്നത്? ഇതിന് സിദ്ധാന്തങ്ങൾ, ഞങ്ങളുടെ സിദ്ധാന്തങ്ങളിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഞങ്ങളുടെ ലൈൻ ശരിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ ലയിക്കണം. ലയിക്കുകയല്ല, ലയിച്ചു ചേരണം. പണ്ടൊരിക്കൽ EMS പറഞ്ഞാൽ CPI ഇല്ലാതാ. പണ്ടൊരിക്കൽ EMS പറഞ്ഞാലേ ഓർക്കുന്നുണ്ടോ, അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ പിരിച്ചുവിടണം. പിരിച്ചു വിടന്നിട്ട് അവർ CPMൽ ലയിക്കണം. കാരണം നിങ്ങളുടെ താല്പര്യങ്ങൾ ഞങ്ങളാണ് സംരക്ഷിക്കുന്നത്. മലപ്പുറത്ത് നിങ്ങൾക്ക് പള്ളി പണിത് തന്നത് ഞങ്ങളാണ്. മലപ്പുറം ജില്ല ഉണ്ടാക്കി തന്നത് നിങ്ങളാണ്. തലശ്ശേരിയിൽ നിങ്ങളെ പള്ളിയിൽ പോകാൻ വേണ്ടി രക്ഷകരായിട്ട് പ്രവർത്തിച്ചത് ഞങ്ങളാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾ ഞങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? എന്ന് പറയുന്നത് പോലെ ഇടതുപക്ഷ ആവശ്യം തൊഴിലാളി വർഗത്തിൻ്റെ, തൊഴിലാളി കർഷകാദി ബഹുജനങ്ങൾ എന്നാണ് പറയുന്നത്. അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഞങ്ങൾ ഈ CPM മാത്രം മതി. CPI എന്ന് പറഞ്ഞൊരു കക്ഷിയുടെ ആവശ്യമില്ല. ഇതാണ് അവരുടെ വിശ്വാസം, അല്ലെങ്കിൽ അന്ധവിശ്വാസം. അതുകൊണ്ടാണ് ഈ ലയനം എന്ന് പറയുന്ന സംഭവം നടക്കാത്തത്. രണ്ടുപേരും മാറി മാറി പാർട്ടി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ വർഷങ്ങളായിട്ട്. കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ളവരുടെ വലിയൊരാഗ്രഹമായത് രണ്ടും ചേർന്ന് ഒന്നാവണം എന്നുള്ളത്. പക്ഷേ അത് വേണ്ട എന്നുള്ള നിലപാടിതെടുക്കാനുള്ള കാരണം ഇതാണ്. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ CPI പോലും CPMൻ്റെ ഉള്ളിൽ ലയിച്ചു ചേരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. എന്ന് പറയുന്നത് പോലെയാണ് ഓരോരോ കക്ഷികൾ, ഒറ്റ അംഗമുള്ള കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിൽ പിശുക്ക് കാണിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ്, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പല കക്ഷികളുടെയും മണ്ഡലങ്ങളിൽ CPM ഞങ്ങളങ്ങ് മത്സരിച്ചോളാം എന്ന് പറഞ്ഞ് മത്സരിച്ചു. ഓർമ്മയുണ്ട്? RSPയുടെ നിന്ന് പിടിച്ചെടുക്കാൻ നോക്കിയപ്പോഴാണ് പ്രേമചന്ദ്രൻ ഇറങ്ങിപ്പോയത്. RSPയുടെ അങ്ങനെ വിഴുങ്ങാൻ പോയപ്പോൾ അവർ, പ്രേമചന്ദ്രൻ അങ്ങനെ മണ്ഡലമില്ലാത്തതുകൊണ്ട് നേരെ UDFിലേക്ക് പോയി അദ്ദേഹം സ്ഥാനം ഉറപ്പിച്ച് MP ആവുകയും ചെയ്തു. ഇപ്പോൾ ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കുക. അത് മാത്രമേ ഉള്ളൊരു അപവാദം. ബാക്കിയെല്ലാം പതുക്കെ പതുക്കെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, CPI മത്സരിച്ചുകൊണ്ടിരുന്ന, ജയിച്ചതല്ല, ഒരു സീറ്റുണ്ട് കാഞ്ഞിരപ്പള്ളി. കേരള കോൺഗ്രസ് വന്നപ്പോൾ എടുത്ത് ആർക്ക് കൊടുത്തു? കാഞ്ഞിരപ്പള്ളി. അവിടെ സ്ഥിരമായിട്ട് ജയിച്ചിരിക്കുന്ന ആൾ തന്നെ അവിടെ ജയിപ്പിച്ചെടുക്കുകയും ചെയ്തു. CPIക്ക് ആ സീറ്റും പോയി. കാരണം CPIക്ക് പിന്നെ മത്സരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഒരു കക്ഷിയിലായില്ലേ ഈ കേരള കോൺഗ്രസ് കൂടെ. അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് ഒരു മത്സരമെങ്കിലും കാഴ്ചവെക്കായിരുന്നു. ആ സീറ്റ് പോയി. ചില അടപടല പിണക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് അവസാനം CPM പറഞ്ഞെടുത്ത് നിന്ന കാര്യങ്ങൾ ചെന്ന് നിന്നു എന്ന് പറയുന്ന പോലെ നോക്കിക്കോ. അടുത്ത പ്രാവശ്യം കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. CPIയുടെ ശക്തി കുറയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കൂടി നടത്തും. ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ തന്നെ നമുക്കറിയാം, ജനാധിപത്യ കേരള കോൺഗ്രസ് ഒറ്റയാൾ പട്ടാളമാണ്, ആന്റണി രാജുവാണ്. അതിൻ്റെ രസമൊന്നും പറയണ്ട വിജയനാഥ. ജനാധിപത്യ കേരള കോൺഗ്രസിന് ഈ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം അത് പത്രസമ്മേളനത്തിൽ VT ബൽറാം എന്ന് ആരോ പത്രക്കാരൻ പറഞ്ഞപ്പോൾ, ആരാ VT ബൽറാം? VT ബൽറാം ആരാ? കോൺഗ്രസ് ആണോ ചോദിക്കുക അദ്ദേഹം. എത്ര രാഷ്ട്രീയമായിട്ടുള്ള നിരക്ഷരതയാണ് ഈ മന്ത്രിക്ക്. ഈ ജനാധിപത്യ കേരള കോൺഗ്രസിൽ ആരും ഇല്ല. ആന്റണി രാജു മാത്രമേ ഉള്ളൂ. ആന്റണി രാജുവിന് 2.5 വർഷം മന്ത്രിയായിരിക്കാൻ അവസരം കിട്ടി. ലോട്ടറി അടിച്ച പോലെ. പിന്നെ AK ശശീന്ദ്രനെ വെച്ചുകൊണ്ടിരിക്കുക. AK ശശീന്ദ്രനെ മാറ്റി വേറെ ആളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അത് നടത്താതിരിക്കാൻ കാര്യം എന്താ? കാരണം അടുത്ത ഒരു ഊഴം കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പ്രായപരിധി കഴിഞ്ഞു പോയി. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇനി കിട്ടാൻ പോകുന്നില്ല. പാവം. കണ്ണൂരിലാണ്. അത് ഒഴിക്കും. അപ്പോൾ അത് ഒഴിഞ്ഞു കിട്ടി. അവരെ തോൽപ്പിച്ച ആളാണ് അന്ന കാലത്ത്. ഇപ്പോഴാരെ ഓർക്കുന്നു? അതാരെ ഓർക്കുന്നു? അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ പരിഗണിച്ച് ഇനിയിപ്പോൾ മത്സരിക്കാൻ സാധ്യത ഇല്ല. ആർക്കും കൊടുക്കും. ആ പാർട്ടിയിൽ നിന്ന് വേറൊരാൾ പോകുന്നതോടുകൂടി AK ശശീന്ദ്രന്റെ കാര്യം, മന്ത്രി പോകുന്നതോടുകൂടി പാർട്ടി. പിന്നെ അഹമ്മദ് ദേവർകോവില് INL, അതും CPM ആ സീറ്റ് എടുക്കും എന്നുള്ളത് ഉറപ്പായിട്ടും എടുക്കും. കാരണം അല്ലാതെ ഒരു പ്രസക്തിയില്ല. അവർ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഡിപ്പെൻസ് അങ്ങനെ വിഴുങ്ങാൻ വരുന്നത്. ഇപ്പം ഡിപ്പെൻസ് സിറ്റുവേഷൻ ഏതാണ് ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഇതിനകത്ത് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ
എനിക്ക് തോന്നുന്നില്ല സണ്ണി ജോസഫിന് ഒരു വലിയൊരു ആവേശം ഉണ്ടാക്കിക്കൊണ്ട് അണികൾക്കിടയിൽ പിന്നെ കെ സുധാകരനെ പോലൊരു ആവേശം ഉണ്ടാക്കാൻ കഴിയത്തില്ല, ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മിക്കവാറും വിജയനാഥ് പറഞ്ഞ കാര്യങ്ങൾ നടക്കും. വിജയനാഥ് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. അല്ല, ഇവരുടെ പാർട്ടിയുടെ ഒരു കണക്ക് കൂട്ടലിനനുസരിച്ച്, അതിൻ്റെ മെഷീനറി കണക്ക് കൂട്ടുന്നതനുസരിച്ച്, പിന്നെ അതുപോലെ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് റിപ്പോർട്ടും കൊടുക്കും. എപ്പോഴും ശരിയായിക്കണമെന്നല്ല, പോലീസിൻ്റെ കീഴിലുള്ളത്. ആ റിപ്പോർട്ട് അനുസരിച്ച് വളരെ മുന്നിലാണ് പിണറായി വിജയൻ്റെ പൊസിഷനെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും. മറിച്ച് ടൈറ്റ് ഫൈറ്റാണ് വരുന്നതെങ്കിൽ ഘടകകക്ഷികളെ നിലനിർത്തും. അപ്പോൾ ഡിഫൻസ് എന്നേ പറയാൻ പറ്റും, നമുക്ക് അവസാനമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ജനാധിപത്യ കേരള കോൺഗ്രസിലൊന്നും വലിയ ഭാവി. ഒരു കാര്യം കൂടെ ക്ലാരിഫൈ ചെയ്യണം. കാരണം ഘടകകക്ഷികൾ എന്ന് പറയുമ്പോൾ നമ്മൾ സി പി ഐ ഉടനെയൊന്നും അവർ ഉപേക്ഷിക്കുകയില്ല, അതുണ്ടാവില്ല. സി പി ഐക്ക് എടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് ബി ഉണ്ട്, ഗണേഷ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഗണേഷിന്റെ സീറ്റ് അങ്ങനെ തൊട്ട് കളിക്കാൻ തയ്യാറാകത്തില്ല. കാരണം അവിടെ പുനലൂർ അല്ലേ, പത്തനാപുരം ഗണേഷ് വലിയൊരു, അതെ, അവിടെ പത്തനാപുരത്ത് അവർക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഉണ്ട്. പിന്നെ ഗണേഷ് വ്യക്തിപരമായിട്ടും ആ മണ്ഡലത്തിലെ വലിയ ബന്ധം, കഴിവുള്ള മന്ത്രിയാണെന്നുള്ളൊരു ഖ്യാതിയും കൂടെ ഉണ്ട്. ട്രാൻസ്പോർട്ട് വകുപ്പിനെ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൃത്യമായിട്ട് ശമ്പളവും പെൻഷനും കൊടുക്കുന്നു. അത് ആന്റണി രാജുവുമായിട്ടൊരു ക്ലാഷ് ഉള്ളതുകൊണ്ട് മിക്കവാറും ആന്റണി രാജുവിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് യാതൊരു വിധമായ വിവാദരഹിതമായിട്ടൊരു വകുപ്പായിട്ട് മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അതിപ്പം പിണറായി വിജയനെ പ്രീതിപ്പെടുത്താൻ വേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നുമുണ്ട് ഗണേഷ് കുമാർ, ചെറുപ്പക്കാരാണ്. അപ്പോൾ അത് പോകാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കണക്ക് കൂട്ടാൻ പറ്റും. പിന്നെ ഡിഫൻസാണ് ഇത്. പിണറായി വിജയന് നല്ല ഭൂരിപക്ഷം 99-ലൊക്കെ വന്നു കഴിഞ്ഞാൽ, സീറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിഷ്കരുണം ആവശ്യമില്ലാത്തവരെ എല്ലാം അദ്ദേഹം എഡിറ്റ് ചെയ്ത് പുറത്താക്കി കളയും, സെൻസർ ചെയ്യും, ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. പക്ഷേ അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഏകപക്ഷീയമായ ഒരു ഫൈറ്റായി കഴിഞ്ഞു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം. മറുവശത്ത് ആരായിരിക്കുന്നത്? എന്തിനെക്കുറിച്ചെങ്കിലും ചോദ്യം ചെയ്യാൻ കഴിവുള്ള എന്തെങ്കിലും ചോദ്യം കേൾക്കുന്നു. ആശാ വർക്കർമാരുടെ സമയം എന്ത് കഷ്ടം പിടിച്ചതാണ്. അതൊരു വലിയ ജനകീയ ഒരു സമരമായിട്ട് പ്രക്ഷോഭമായിട്ട് മാറ്റാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞോ? സി പി എം ആണെങ്കിൽ അങ്ങനെ ചെയ്തേനെ. വൈറ്റ് കോളർ ജീവികളായിട്ട് നടക്കുക, ഒരു ചുക്കും സംഭവിക്കുന്നില്ലെന്നുള്ളതാണ്. മുസ്ലിം ലീഗിലാണെങ്കിൽ സമസ്ത ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും പ്രശ്നങ്ങളാണ് യു ഡി എഫിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ പിന്നെ നയിക്കാനുള്ളത് സണ്ണി ജോസഫും കൂടെ. യു ഡി എഫിലും ഇതേപോലെ ഘടകകക്ഷികൾ പലതരത്തിലുള്ള അതൃപ്തി നേരിടുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യേണ്ട കാര്യമാണ്. അതെ, അതൃപ്തി. പക്ഷേ അതൃപ്തിയെ തടുത്തു നിർത്താനുള്ള വല്യേട്ടൻ അവിടെ ഉണ്ട്. ഇവിടെ ഒരു വല്യേട്ടനില്ല. മുസ്ലിം ലീഗിന് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് കൊച്ചേട്ടനെ പറയാൻ പറ്റൂ യു ഡി എഫിൻ്റെ കാര്യത്തിൽ, അല്ലേ? അതെ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന എൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റഡിയാണ്. കൊച്ചേട്ടൻ മാത്രമാണ് കോൺഗ്രസ് അവിടെ, അതും ദുർബലമായി വരികയാണ് അനുദിനം. സിറ്റുവേഷൻ അതാണ്, വളരെ പരിതാപകരമാണ്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടും. അടുത്ത തവണ ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്യും. ആ ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങളൊക്കെ ഡിനോമെൻ്റ് വരുന്നത്, ഇതൾ വിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.